ഹലോ ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പണൻസ് ഓഫ് മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റമാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം മീൻസ് ഇറ്റ് ഈസ് ദ സിസ്റ്റം ദാറ്റ് കണ്ടെയ്ൻ ബോത്ത് ദി സബ്ജക്റ്റ് ആൻഡ് ദി ഇൻസ്ട്രുമെൻറ്റ് ബൈ വിച്ച് വി ആർ ടേക്കിംഗ് ദ മെഷർമെൻറ്റ്. ഈ രണ്ടെണ്ണം, ദാറ്റ് ഈസ് മാൻ ആസ് വെൽ ആസ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വരുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് ദി മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം? മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസ് കാണിച്ചിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രമാണ് ഇത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. Subject is the human being on which the measurements are being done. അടുത്തത് സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസ് ഏതൊരു ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് വി ഷുഡ് ഗിവ് സം ഫോം ഓഫ് സ്റ്റിമുലസ്, ആൻഡ് ആ സ്റ്റിമുലസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചേഞ്ച് ഓർ എന്ത് റെസ്പോൺസാണ് ഈ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുന്നത്, ആ റെസ്പോൺസ് നമ്മൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻപുട്ടായിട്ട് എടുക്കും. ദാറ്റ് ഈസ് ആ റെസ്പോൺസാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ സിസ്റ്റം ദാറ്റ് ഈസ് ജനറേറ്റിംഗ് ദി സ്റ്റിമുലസ്, അതാണ് സ്റ്റിമുലസ് പാർട്ടിൽ വരുന്നത്. ഓക്കെ, അതെന്തോ അപ്പോൾ ഈ സ്റ്റിമുലസ് എന്നുള്ള പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട വേരിയബിൾസ് ഡയറക്റ്റ്ലി അവൈലബിൾ ആവില്ല. അതൊരു ഇൻഡയറക്റ്റ് ഫോമിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോർമാറ്റിലായിരിക്കും എല്ലാ പാരാമീറ്റേഴ്സും എല്ലാ വേരിയബിൾസും ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ പാരാമീറ്റേഴ്സിന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഷുഡ് ഗിവ് സം സ്റ്റിമുലസ് such that that parameter will respond to the stimulus, and if that parameter is responding in a normal way means we will be having an idea how that parameter will be responding to our stimulus. Okay, so depending upon that idea we will compare the response of the system, that is human being, to that stimulus, and whether the response is different or it is varying from the ideal way in which we know, then okay, and depending upon that we will conclude the result. So the response of the man to the external stimulus is the input to the transducer section. So transducer endana? Transducer means it is a device that will convert the sensed parameter, the sensed response from the human being to some other electrical format. Okay, അപ്പോൾ ഈ സ്റ്റിമുലസിന് റെസ്പോണ്ടിങ് ആയിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഹാൻഡ് മൂവ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ആണ് ഇതിന് റെസ്പോൺസ് ആയിട്ട് വരുന്നതെങ്കിൽ ആ മൂവ്മെൻറ്റിന് കറസ്പോണ്ടിങ് ഒരു വോൾട്ടേജ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു കറണ്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന device ആണ് transducer. Okay, so the transducer output will be proportional to the response of the human being to the external stimulus. So the number of transducer stages depend upon the human being on which the measurement is being made, as well as on the type of instrument we are using to measure the parameter. Depend upon the transducer number stages will be many number. Okay, അപ്പോൾ ഈ ട്രാൻസ്ഡ്യൂസർ എത്ര പാരാമീറ്റർ മെഷർ ചെയ്യണം, എത്ര പാരാമീറ്ററിൻ്റെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്യണം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ. ഓക്കെ, സോ ഇപ്പോൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻപുട്ട് എന്തായിരുന്നു? നമ്മുടെ ഹ്യൂമൻ ബോഡി ഈ സ്റ്റിമുലസിന് എതിരെ റെസ്പോണ്ട് ചെയ്യുന്ന അതായിരുന്നു, ആ റെസ്പോണ്ട് ചെയ്യുന്ന സിഗ്നലാണ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻപുട്ട്. ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. ആൻഡ് ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറയുന്നത് ഈ റെസ്പോൺസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ ഫ്രം ദി ട്രാൻസ്ഡ്യൂസർ സെക്ഷൻ ഇസ് ഗിവൻ ടു ദി സിഗ്നൽ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റേജ് is signal conditioning equipment. Here the
output from the transducer, that is electrical signal which is in proportional to the response of the human being to the stimulus. These electrical signals are conditioned in the signal conditioning equipment. So what are the functions of the signal conditioning equipment? Signal conditioning equipment will amplify, modify or changes the electrical output of the transducer. This is the first function of the signal conditioning equipment. Okay, that is amplify means it will increase the level of the output from the transducer, and modification will be depending upon some constants of the signal conditioning equipment, or it will change the electrical output as per the measurement instrument. The next function is it will combine various output of different transducer. As I have told, there may be number of transducer stages. So, and from each of this transducer we will be having individual electrical signals, and all these electrical signals need to be combined to get a single display output. For that purpose, signal conditioning equipment will combine or relate all this input and will produce a corresponding output to be stored and displayed. Okay, so that is the function of signal conditioning equipment. Next one is display. Display is, it is just the display from which the observer or the medical personnel will find the measurement parameter. From the display we will get what the parameter is being measured in a number format, or in a picture or chart format, or in a graphical format. Okay. Next one is recording or data processing stage. This is what the measurement is doing here, what parameter we are measuring here. This parameter is calculated or it is determined in the signal conditioning equipment, and that parameter sometimes we may need to record it for future purposes. So our recording purposes ചെയ്യുന്നതാണ് ഈ recording section, as well as ഇതിൽ transmission of data. ഈ സിഗ്നൽ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റിൽ നിന്ന് ഡിസ്പ്ലേയിലോട്ട് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കും. സോ ആ ട്രാൻസ്മിഷൻ സെക്ഷൻ എല്ലാം ഈ റെക്കോർഡിങ്ങിൽ വരും. ദാറ്റ് ഈസ് റെക്കോർഡ് ചെയ്താൽ മാത്രം പോരാ, ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യണം. സോ അതിനുവേണ്ടി ഒരു ട്രാൻസ്മിഷൻ സെക്ഷൻ വേണ്ടി വരും. സോ ദാറ്റ് ആൾസോ വിൽ ബി ഇൻ ദിസ് പാർട്ട്. അടുത്തത് കൺട്രോൾ ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ ബ്ലോക്കും ഡിസ്പ്ലേ, സിഗ്നൽ കണ്ടീഷനിങ്, ട്രാൻസ്ഡ്യൂസർ, സ്റ്റിമുലസ്, റെക്കോർഡിംഗ്, ഇതിൻ്റെ എല്ലാ പാർട്ടിനെയും നമ്മളൊരു കോർഡിനേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതൊരു പ്രോപ്പർ ഫങ്ഷനിങ് ഉണ്ടാവുള്ളൂ അവിടെ. സോ അവിടെ ഒരു കൺട്രോൾ ഈസ് എസെൻഷ്യൽ. സോ ആ കൺട്രോൾ ചെയ്യുന്ന പാർട്ടാണ് കൺട്രോൾ സെക്ഷൻ. സോ ഈ കൺട്രോൾ സെക്ഷന് നമുക്ക് ഫീഡ്ബാക്ക് ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് ഫ്രം ദി സിഗ്നൽ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ് or from the recording section and from the display section and all we required feedback. And ഈ എല്ലാ ഫീഡ്ബാക്കും ഇൻപുട്ടായിട്ട് ഈ കൺട്രോൾ സിസ്റ്റം റിസീവ് ചെയ്യും, ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കൺട്രോൾ സിഗ്നൽസ് സിഗ്നൽ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്, ട്രാൻസ്ഡ്യൂസർ, സ്റ്റിമുലസ്, ഇതിലോട്ട് എല്ലാത്തിലോട്ടും കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദറ്റ് കൺട്രോൾ സിഗ്നൽസ് ദി മെഷർമെൻറ്റ് ഈസ് modified to the correct accuracy. So as a result we will obtain the accurate result in the output display. Okay, so ഇതൊക്കെയാണ് various parts of man instrument system and their functions. Okay, so hope you all are clear with it. So that's all about this session. Thank you.